കല്യാണം കഴിക്കുന്ന സമയത്തുള്ള ഇന്റർവ്യൂസിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു, അഡ്ജസ്റ്റ്മെന്റ് അല്ല, അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവേണ്ടത്. ആ പോയിന്റ് ഇപ്പോഴും കറക്റ്റാണ്. അണ്ടർസ്റ്റാൻഡിംഗ് തന്നെയാണ് പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഉണ്ടാവേണ്ടത്. പക്ഷേ അത് രണ്ടുപേരും വിചാരിക്കണം, എന്നാൽ മാത്രമേ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. ഒരൊറ്റ ആൾ മാത്രം അണ്ടർസ്റ്റാൻഡിംഗ് ആയാൽ ആ പ്രോസസ്സ് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ബേസിക് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ്, ആ റൈറ്റ്സ് ഒന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈവൻ ദോ ഞാൻ നടിയായിരുന്നു, പൈസ ഏൺ ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആയിരുന്നു, ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. പക്ഷേ ഐ ഡിഡ്ന്റ് നോ രേണു. അതെന്താണ് അറിയാതിരുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ശരി എന്ന് വിശ്വസിക്കുന്ന ചില തെറ്റുകളുണ്ട് ജീവിതത്തിൽ. ഇഷ്ടത്തിലൂടെ വന്ന് ഇഷ്ടം നേടിയെടുക്കുമ്പോൾ നവ്യയുടെ പ്രായം എന്ന് പറയുന്നത് 15 വയസ്സ് കഴിഞ്ഞ ഒരു സമയമാണ്. പഠിക്കാൻ ഭയങ്കര മിടുക്കിയായിരുന്ന നവ്യ ഡിസ്റ്റിങ്ഷനോടെയാണ് 10ാം ക്ലാസ് അടക്കം എല്ലാ ക്ലാസ്സുകളും പാസ്സായത്. PGയും കംപ്ലീറ്റ് ചെയ്ത നവ്യ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ സജീവമാകാനുള്ള ഒരു ഒരുക്കത്തിലാണ്. തിരിച്ചു വരവിൽ 2 ചിത്രങ്ങളും ഇന്റർനാഷണൽ വേദികളടക്കം നൃത്തങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് കയ്യടി നേടുകയാണ് ഇപ്പോൾ. മലയാളത്തിലും അന്യഭാഷാ ചിത്രങ്ങളിലൊക്കെ തിളങ്ങി നിൽക്കുന്നതിന്റെ ഇടയിലായിരുന്നു നവ്യയ്ക്ക് വിവാഹം. ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള സന്തോഷ് മേനോനുമായിട്ടായിരുന്നു ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു നവ്യയുടേത്. തീർത്തും വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച ഒരു വിവാഹത്തോടെ അഭിനയ രംഗം പാടെ ഉപേക്ഷിച്ച നവ്യ പിന്നീട് മുംബൈയിലേക്ക് ചേക്കേറി. തന്റെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും തുറന്ന് സംസാരിക്കുന്ന നടി കൂടിയാണ് നവ്യ നായർ. സിനിമയും നൃത്തവും എല്ലാമായി തന്റേതായിട്ടുള്ള തിരക്കുകളിലാണ് നവ്യ ഇപ്പോൾ. ഇന്ന് ഭർത്താവ് സന്തോഷ് മേനോനെ നവ്യക്കൊപ്പം വല്ലപ്പോഴുമേ കാണാറുള്ളൂ. മുംബൈയിലാണ് ഇദ്ദേഹം, നവ്യ കേരളത്തിലും. കുടുംബ ജീവിതത്തിന് മാത്രം പ്രാധാന്യം നൽകി തന്റെ സ്വപ്നങ്ങളും പാഷനും ഇല്ലാതാക്കാൻ നവ്യ നായർ തയ്യാറല്ല. വിവാഹം എന്ന സങ്കല്പത്തെ കുറിച്ച് തനിക്കുണ്ടായിരുന്ന മുൻധാരണകളെ കുറിച്ചാണ് നടി തുറന്ന് സംസാരിച്ചത്. ഇവിടെ നടി വിവാഹവുമായി ബന്ധപ്പെട്ട ആ ഒരു പാർട്ട്നേഴ്സ് തമ്മിൽ ഉണ്ടാകേണ്ടത് അഡ്ജസ്റ്റ്മെന്റ് അല്ല, അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എന്നുള്ള കാര്യമാണ് എടുത്തു പറയുന്നത്. ആ ഒരു പോയിന്റ് ഇപ്പോഴും കറക്റ്റ് ആണ് എന്നാണ് നവ്യ പറയുന്നത്. പ്രണയം ചിലപ്പോൾ നമുക്ക് വളരെ ഗ്രാജുവൽ ആയിട്ട് ഓർഗാനിക് ആയിട്ട് നഷ്ടപ്പെട്ടു പോകും. പെയിൻ എന്ന് പറയുന്നത് ഈ ഓർഗാനിക് ആയിട്ട് നഷ്ടപ്പെടുന്നത് എപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തിക്കായിരിക്കും. അപ്പൊ മറ്റേ വ്യക്തിക്ക് അത് നഷ്ടമായിട്ടുണ്ടാവില്ല. ഇത് ഓർഗാനിക് ആയിട്ട് രണ്ടുപേർക്കും ഒരുപോലെ നഷ്ടപ്പെടുമ്പോൾ ഒരു പ്രശ്നമില്ല. ഇറ്റ്സ് ഹാപ്പിനെസ്, ബിക്കോസ് ദേ വിൽ ഫൈൻഡ് ദെയർ ഓൺ ഹാപ്പിനെസ് ഇൻ അതർ വേ. പക്ഷേ ഒരാൾക്ക് മാത്രം ഓർഗാനിക്കലി ഇത് നഷ്ടപ്പെട്ട് മറ്റേ ആൾ ഇസ് സ്റ്റിൽ ഇൻ ലവ്, then it is so painful and we cannot do anything about it. നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്ത് സ്നേഹിക്കാൻ പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും നടിയുടെ ഈ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. വിവാഹിതയായ ശേഷമാണ് നവ്യ സിനിമാ രംഗത്ത് നിന്നും ഇടവേള എടുക്കുന്നത്. ഭർത്താവിനോടൊപ്പം മുംബൈയിലേക്ക് നവ്യ തന്റെ ജീവിതവും പറിച്ചു നട്ടു. എന്നാൽ ഏറെ നാൾ മാറി നിൽക്കാൻ നടിക്ക് കഴിഞ്ഞില്ല. 2012 സീൻ 1 നമ്മുടെ വീടെന്ന സിനിമയിൽ നവ്യ അഭിനയിച്ചു. പക്ഷെ ഈ സിനിമ പരാജയപ്പെട്ടു. ചെറുപ്പം മുതലെയുള്ള ഒരു കണ്ടീഷൻ കാരണമാണ് ഭർത്താവിന്റെ കീഴിൽ ജീവിക്കണം എന്നുള്ള ചിന്ത വെച്ച് പുലർത്തിയ ഒരാളായിരുന്നു താനെന്ന് നവ്യ നായർ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. നമുക്ക് തോന്നും നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടല്ലോ എന്ന് തോന്നും. പക്ഷേ യു ഹാവ് ടു റിയലൈസ് നമ്മുടെ ആരോഗ്യവും നമ്മുടെ പണവും നമ്മളെ കൊണ്ടുള്ള ആവശ്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ജീവിക്കേണ്ട ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലേക്കാണ് നമ്മളെ പ്രിപ്പയർ ചെയ്യേണ്ടത്. കാരണം ഇന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ മകൻ കേൾക്കും, ബിക്കോസ് അമ്മ ഈസ് പ്രൊവൈഡിങ് ഫോർ ഹിം. അല്ലെ, ഇന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ പേരൻസോ എൻ്റെ ബ്രദറോ കേൾക്കും, ബിക്കോസ് ഐ ഹാവ് എ സ്റ്റാൻഡ് ഇൻ ദ സൊസൈറ്റി. അല്ലേ, പക്ഷേ നാളെ ഞാൻ ചിലപ്പോൾ കിടക്കയിൽ കിടന്ന് യൂറിൻ പാസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഗുരുവായൂരപ്പൻ എത്തിക്കാണ്ടിരിക്കട്ടെ. പക്ഷേ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തിയാൽ നമ്മുടെ എന്ത് വാക്കിനാണ് പ്രാധാന്യം? എന്നെ കാണാൻ ആരാ വരേണ്ടത്? കാരണം നമ്മളെ കൊണ്ട് ഈ ലോകത്തിനോ സമൂഹത്തിനോ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ മക്കൾക്കോ ഭർത്താവിനോ ഒന്നും പ്രയോജനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും. I cannot expect my son to be my caretaker afterwards. അവന്റെ പ്രയോറിറ്റീസ്, അവന്റെ ഇഷ്ടങ്ങൾ, അവന്റെ കുട്ടികൾ, ഫ്രണ്ട്, അവന്റെ ലൈഫ് is going to be so colorful. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ വിജയം കല്യാണം കഴിക്കുന്നതാണ് എന്നായിരുന്നു ഒരു കാലത്ത് നവ്യ വിചാരിച്ചത്. പിന്നീട് തനിക്ക് വന്ന തിരിച്ചറിവുകളെ കുറിച്ചും നവ്യ സംസാരിച്ചിട്ടുള്ളതാണ്. മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് നവ്യ തിരിച്ചെത്തിയിട്ട് 6 വർഷത്തോളമായി. അതേസമയം എപ്പോഴും തിരക്കുകളിലായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നവ്യ നായർ. ഒരു ദിവസത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുകയും ഇവയെല്ലാം ചെയ്തു തീർക്കുകയും ചെയ്യുന്നതാണ് നവ്യയുടെ രീതി. ഇപ്പോൾ കേരളത്തിൽ തന്നെ മാതാപിതാക്കൾക്കൊപ്പം മകനും ഒപ്പമാണ് നവ്യ ഉള്ളത്. കരിയറിന് വലിയ പ്രാധാന്യം നൽകുന്ന ആളാണ് നവ്യ. സിനിമകൾ വളരെ സെലക്റ്റീവായാണ് നവ്യ ഇന്ന് ചെയ്യാറുള്ളൂ. നൃത്തത്തിനാണ് കൂടുതൽ പ്രാധാന്യം. നവ്യയുടെ നൃത്തത്തിന് ആരാധകരും ഏറെയാണ്. അതേസമയം ഇക്കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചാനലിൽ സംസാരിക്കുകയായിരുന്നു തന്റെ പ്രണയത്തെ കുറിച്ചും ഒക്കെ നവ്യ തുറന്നു പറയുന്നത്. മിക്ക ഇന്റർവ്യൂവിലും നവ്യ സംസാരിക്കുന്ന രീതിയെ കുറിച്ചായിരുന്നു ആ ഒരു വീഡിയോയിൽ കമന്റുകൾ നിറഞ്ഞത്. ആരാധകരുടെ ആകാംക്ഷ എപ്പോഴും അവരുടെ പേഴ്സണൽ ജീവിതത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കായിരിക്കും. എങ്കിലും ബുദ്ധിപൂർവ്വം നവ്യ മറുപടി നൽകി.
സർക്കാർ ഉദ്യോഗസ്ഥരായ അച്ഛനും അമ്മയ്ക്കുമാണ് നവ്യ ജനിച്ചത്. എന്നാൽ ചെറിയ പ്രായത്തിൽ തന്നെ അധ്വാനിക്കാൻ എത്തിയ നവ്യ സ്വയം പര്യാപ്തത നേടിയ ശേഷമാണ് വിവാഹിതയുമാകുന്നത്. വിവാഹ സമയത്ത് നല്ലൊരു തുക പ്രതിഫലം വാങ്ങുന്ന ടോപ്പ് നായികമാരിൽ പ്രധാനിയായിരുന്നു നവ്യ. സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം നവ്യ അഭിനയിച്ച ചിത്രങ്ങളെല്ലാം ഒന്നിനൊന്ന് ഹിറ്റും. വിവാഹത്തിന് വ്യത്യസ്ത ആഭരണങ്ങൾ ധരിച്ചെത്തിയ നവ്യ ഏകദേശം 500 പവന് മുകളിലാണ് അന്ന് അണിഞ്ഞിരുന്നത്. സന്തോഷ് മേനോൻ ചാർത്തിയ മാലയെക്കുറിച്ചും അന്നൊരു സമയത്ത് വലിയ ചർച്ചകൾ തന്നെ നടന്നിരുന്നു. 1,00,000 പേർക്കോളം സദ്യയായിരുന്നു അന്ന് ആ ഒരു ടൈമിലെ വിവാഹത്തിന് ഒരുക്കിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. എങ്കിലും അവരുടെ സിമ്പിൾ ജീവിതം മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്നത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ നൃത്തവും കൊണ്ട് നടക്കുകയാണ്. മാതങ്ങി എന്ന പേരിൽ ഒരു ഡാൻസ് സ്കൂളുമാണ് നവ്യക്കുള്ളത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ നവ്യ പങ്കുവച്ച മറ്റൊരു വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. അടുത്തിടെ ഒരു നൃത്ത പരിപാടിയിൽ തനിക്കൊപ്പം ഫോട്ടോ എടുക്കാൻ വന്ന കുട്ടിയെ നവ്യ അവഗണിച്ചെന്ന പേരിലെ ഒരു വീഡിയോയും പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. വലിയ വിമർശനങ്ങളാണ് നവ്യക്ക് നേരെ വന്നത്. അഹങ്കാരിയാണെന്ന തരത്തിലെല്ലാം കമന്റുകളും പ്രത്യക്ഷപ്പെട്ടു. പലരും റിയാക്ഷൻ വീഡിയോകളും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ സത്യാവസ്ഥ എന്താണെന്ന് വെളിപ്പെടുത്തി നവ്യ തന്നെ എത്തിയിരിക്കുകയാണ്. നവ്യക്കൊപ്പം ഫോട്ടോ എടുക്കാൻ എത്തിയ കുഞ്ഞും അമ്മയും ഉണ്ട്. തെറ്റുകൾ നിങ്ങളെ പൊതുക്കും, കുറുക്കുവഴികൾ നിങ്ങളെ തകർക്കും എന്നാണ് നവ്യ വീഡിയോയ്ക്ക് അവസാനം കുറിച്ചിരിക്കുന്നത്. അവന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായിട്ടില്ല. നമ്മള് ഫോട്ടോ എടുക്കാൻ മോള് ചെന്നപ്പോ നമുക്ക് ഗ്രൂപ്പായിട്ട് എടുക്കാമെന്ന് മാത്രമാണ് പറഞ്ഞത്. മോള് ഫോട്ടോ എടുത്തായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോ, ഒരു കോൺട്രവേഴ്സി ഇങ്ങനെ അതിനെ കുറിച്ച് വന്നപ്പോ നമ്മളിത് അറിഞ്ഞില്ല. എന്റെ ഒരു കസിനാണ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിന് ഒരു കമന്റ് ഇട്ടായിരുന്നു, നമ്മളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങൾ പോസ്റ്റ് ചെയ്തില്ല. ഇപ്പം എനിക്ക് കുറച്ച് അല്ലെങ്കിൽ വന്നപ്പോ എന്താ അത്ര ജാട കാണിച്ചേ എന്ന് ചോദിച്ചാൽ എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. കാരണം റിയാലിറ്റി നിങ്ങളുടെ ഓഡിയൻസും അറിയുന്നില്ല. പക്ഷെ അത് എഴുതണ സമയത്ത് ഇവര് ഡാൻസ് കളിച്ച് നിൽക്കുമ്പോൾ ഇവരുടെ കാലൊടിഞ്ഞു പോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് സോ പെയിൻഫുൾ. കാരണം എപ്പോഴും എല്ലാത്തിനും രണ്ട് ഭാഗമുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ എത്രയോ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയ അറിയാം. എനിക്ക് ഈ സോഷ്യൽ മീഡിയ എന്താണ് വീക്ക് അവർ മീഡിയ അങ്ങനെ എന്തോ ഇവരെ ഒന്നും എനിക്ക് നന്നാക്കാനോ ഇവരുടെ ഒന്നും അവര് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്താ സംഭവിച്ചെന്നല്ല. അപ്പൊ ഇവരുടെ ഉള്ളിലുള്ള ഈ ദുഷിപ്പിനെ എനിക്ക് നേരാക്കാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യൂസ് മാത്രം മതി. 19 ലക്ഷം ആൾക്കാർ കണ്ടു, പറയാവുന്നതിനപ്പുറം എന്നെ പറഞ്ഞു. അപ്പോ കള്ളത്തരം ചെയ്തിട്ടല്ല നമ്മൾ പേരും പ്രശസ്തിയും നേടേണ്ടത്. നേരായ വഴിയിലൂടെ നല്ല മാർഗത്തില് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതിലേക്കൊക്കെ എത്തിച്ചേരാൻ എല്ലാ ഓൺലൈൻ മീഡിയക്കും പറ്റും. അതിന് ഇത്രയും കുതന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ആൾക്കാരെ വിഷമിപ്പിക്കുന്ന ഒരു ഇത് നല്ലതല്ല എന്ന് എല്ലാവരോടും എനിക്കൊരു വലിയ അഭിപ്രായമുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരിക്കലും ഇങ്ങനൊരു ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഉള്ള ഒരു മറുപടിയാണ്. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. ഞാൻ സിനിമയിലെത്തിയതും എന്നെ ഒന്ന് ആൾക്കാർ തിരിച്ചറിയണം, അല്ല എന്നെ ആൾക്കാർ നോക്കുന്നുണ്ടോ എന്ന് കൊതിച്ചൊരു ആളാണ് ഞാൻ. അത് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര ക്ഷീണമാണെങ്കിലും കഴിവതും ഞാൻ എല്ലാവരും ഇപ്പം ഫോട്ടോ എടുക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ മനഃപൂർവ്വം അറിയാതെ ചിലപ്പോൾ സംഭവിച്ചു പോവാം. നിങ്ങൾക്കൊക്കെ പറ്റില്ല. അതുപോലത്തെ മിസ്റ്റേക്സ് എനിക്ക് പറ്റും. ആ തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ തിരുത്താനും എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ കുറച്ചും കൂടി ഇവരെ പോലത്തെ ആൾക്കാരെയൊക്കെ കമന്റ് പോസ്റ്റുകൾ വായിക്കുന്നതിന് മുന്നേ റിയാലിറ്റി ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഒരു ഒപ്പീനിയൻ മാത്രമേ എനിക്കുള്ളൂ. താങ്ക് യു സോ മച്ച്. അതേസമയം തന്നെ മുൻപ് നവ്യയുടെ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വളരെയേറെ പ്രാധാന്യമുണ്ട്. അതായത് 1.25 ലക്ഷം രൂപ ഫൈൻ കിട്ടിയ ആ ഒരു മുല്ലപ്പ കൃഷ്ണമണ്ഡലം. എന്തായാലും അത് നമ്മുടെ നവ്യ ഇന്റർവ്യൂവില് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വളരെ നേരത്തെ വന്ന ഒരു വാർത്തയാണ്. എന്നാൽ പോലും നവ്യയുടെ ആ ഒരു ഇന്റർവ്യൂവിലും ശരിക്കും പറഞ്ഞാൽ നമ്മൾ അറിയാതെ ഒന്ന് അത് ചിരിച്ചു പോകും. അതേ ഒരു ഫലിത രൂപത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോയിൽ അടിച്ചു തന്നു മോനെ $1890. അമ്മേ 1.25 ലക്ഷം രൂപ. പിന്നെ കുറച്ച് നേരത്തേക്ക് ഉണ്ടല്ലോ ചെവി എന്നൊക്കെ പോകാൻ പോകുന്നൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ തുടങ്ങി പുരുഷനെ അനുഗ്രഹിക്കണം എന്നുള്ള രീതിയിൽ കുറെ കരഞ്ഞു പറഞ്ഞു നോക്കി. പട്ടിയുടെ വിലയായിരുന്നു, മൈൻഡ് ചെയ്തില്ല. നമ്മൾ സന്തോഷത്തോടുകൂടി മലയാളികളെ കാണിക്കാനായിട്ട് പോവൊക്കെ വെച്ച് ചെന്നിറങ്ങുമ്പോൾ മലയാളി മങ്കയായിട്ട് ഇറങ്ങുന്നതിനപ്പുറത്തേക്ക് ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അവിടെ ചെല്ലുന്നു, ലഗേജ് എടുക്കുന്നു, പുറത്തു വരുന്നു, ഒരു പ്രത്യേക ലൈനിൽ കൂടെ പോകാൻ പറയുന്നു. ഞാനും ആര്യയും പോകുന്നു. അങ്ങനെ അവരിങ്ങനെ റെഡ് കളറിൽ ഒരു സാധനം വിരിച്ചേക്കാം. റെഡ് കാർപ്പറ്റിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് വലിയ സ്റ്റൈലിൽ. പെട്ടെന്ന് സ്റ്റോപ്പ് ഹിയർ എന്ന് പറയുന്നു. ഞാൻ നിൽക്കുന്നു. ഒരു സ്നിഫർ ഡോഗ് വരുന്നു. അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചുട്ടോ, പട്ടിയൊക്കെ വരുന്നുണ്ടല്ലോ ദൈവമേ എന്ന് വിചാരിച്ചു. ഈ സംഭവം അടുത്തൂടെ വന്ന് എന്റെ ബാഗിന്റെ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഈ ആര്യമോൾ ഇത് കണ്ടിട്ടേ അവള് പറയാണേ, ചേച്ചി എന്താ കാര്യം. അവളുടെ വീട്ടില് പട്ടിക്കുട്ടി ഉണ്ട്, അതിന്റെ പേര് ഇഞ്ചി എന്നാ. ചേച്ചി എന്താ കാര്യം എന്നറിയാവോ, നമ്മുടെ വീട്ടിലെ ഇഞ്ചി ഇല്ലേ, അതിന്റെ മണമുള്ളതുകൊണ്ടാ ഇവൻ വന്ന് നമ്മളെ വെട്ടി മണപ്പിക്കുന്നത്. ഇഞ്ചി എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഈ ഒരു പട്ടിക്ക് വേറൊരു പട്ടീന്റെ മണം കിട്ടുമല്ലോ. അപ്പൊ അവരങ്ങനെ പട്ടിയുള്ള വീട്ടിലെ ആൾക്കാരുടെ അടുത്തൊക്കെ വേഗം വന്ന് പട്ടികളൊക്കെ ഇതാവില്ലേ, അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ നിൽക്കാം. കാരണം ഞങ്ങളുടെ ഇതിലൊന്നും ഇല്ലല്ലോ, കള്ളക്കടത്തൊന്നും കടത്താനൊന്നുമില്ല. ഞങ്ങൾ നിൽക്കുക. അവസാനം എന്റെ ബാഗാണ് പ്രശ്നം, ഹാൻഡ് ബാഗ്.
അപ്പൊ എന്റെ ഹാൻഡ് ബാഗ് എടുക്കുന്നു, അവരവിടെ കൊണ്ടുവന്ന് വെക്കുന്നു, കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഡിഡ് യു സൈൻ ദ ഡിക്ലറേഷൻ? അപ്പൊ ഞാൻ യെസ്. ഡു യു നോ ഇംഗ്ലീഷ്? യെസ്. ഡു യു റീഡ് ഇംഗ്ലീഷ്? യെസ്. ഡു യു റൈറ്റ് ഇംഗ്ലീഷ്? യെസ്. സോ ദിസ് ഇസ് യുവർ സിഗ്നേച്ചർ? യെസ്. ഞാൻ മറ്റേ ഇത്രയും ചോദ്യമൊക്കെ ചോദിച്ചതോടുകൂടി ചെറുതായിട്ടൊന്ന് പേടിച്ചു. അപ്പൊ ഞാൻ ആര്യമോടത്ത് പറയണേ, എടി പിന്നെ നമ്മളെന്താ ഇത് കള്ളന്മാരെ ചോദ്യം ചെയ്യുന്ന പോലെ ചോദ്യം ചെയ്യണം, അല്ല അവര് നോക്കട്ടെ എന്ത് തേങ്ങ എടുക്കാനാ നമ്മുടെ ബാഗിൽ നിന്ന്. അവള് രീതി ഉണ്ടല്ലോ പറയണേ. ഞാൻ പറഞ്ഞു, പക്ഷെ എന്നാലും ചോദ്യം ചോദിക്കുന്നൊക്കെ നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ടായിരിക്കും ഇത്രയും ദേഷ്യം. എന്നിട്ട് നമ്മള് ഇങ്ങനെ നിൽക്കുക. അപ്പൊ അവര് ബാഗ് മുഴുവൻ തപ്പുന്നു, ബാഗിനകത്തൊന്നുമില്ല. അപ്പൊ ഞാൻ ഓക്കെ, ലിപ്സ്റ്റിക് എടുത്തോളൂ, വെറ്റ് ടിഷ്യൂ എടുത്തോളൂ, കോമ്പ് എടുത്തോളൂ, ഇതൊക്കെ അല്ലേ ഉള്ളൂ എന്റെ ബാഗിനകത്ത്, എന്തെടുക്കാനാണ് ഇവരെന്റെ ബാഗിൽ ഒന്നും ഇല്ല. അപ്പൊ ഞാൻ ഭയങ്കര കൂളായിട്ട് ഇങ്ങനെ നിൽക്കാണ്. കണ്ടുപിടിക്കേ എന്നൊക്കെ. നമ്മുടെ മനസ്സിൽ തപ്പിയെടുക്കാൻ പോകുന്നത് ബോംബ്, മാരക വസ്തുക്കൾ, ഇതൊക്കെയാണ്. കഞ്ചാവ്, കഞ്ചാവ്, ഇങ്ങനെ മാരകമായ സാധനങ്ങളാണ് കണ്ടുപിടിക്കാൻ പോകുന്നതൊക്കെയുള്ള മനസ്സിൽ നിൽക്കുന്നത്. ആടി നിന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇതിൽ നിന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ടേൺ അറൗണ്ട്. അപ്പൊ ഞാൻ എന്താ ടേക്ക് ദിസ് ഔട്ട്. അപ്പൊ ഞാൻ അയച്ചു ആകെ ഒരു കൊടുത്തു പൂ. വാട്ട് ഇസ് ദിസ്? ഞാൻ പറഞ്ഞു ജാസ്മിൻ ഫ്ലവേഴ്സ് ഫ്രം കേരള. ഓണം ഫ്ലവേഴ്സ്, our main important very thing for Kerala. Onam is for Onam, without Mullappu nothing is possible. This is Kerala saree I am wearing, very important festival in Kerala. ഇതൊക്കെ വീഡിയോയിൽ അടിച്ചു തന്നു മോനെ $1890. ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ടേ ഗുണിച്ചു നോക്കാൻ പോയി. $1890 ഇന്ത്യയിൽ എത്രയാവുന്നു. അപ്പൊ ഡോണ്ട് യൂസ് യുവർ മൊബൈൽ. മനസ്സിൽ ഗുണിക്കാലോ. ഇൻറ്റു 55,000. അമ്മേ, 1.25 ലക്ഷം രൂപ. പിന്നെ കുറച്ച് നേരത്തേക്ക് ഉണ്ടല്ലോ ചെവി എന്നൊക്കെ പോകാൻ പോകുന്നൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഞാൻ തുടങ്ങി പുരുഷനെ അനുഗ്രഹിക്കണം എന്നുള്ള രീതിയിൽ കുറെ കരഞ്ഞു പറഞ്ഞു നോക്കി. പട്ടിയുടെ വിലയായിരുന്നു, മൈൻഡ് ചെയ്തില്ല. പിന്നല്ലേ ആര്യയുടെ വക, ഷീ ഈസ് വെരി ഫേമസ് ആക്ട്രസ് ഫ്രം കേരള. എന്ത് തേങ്ങ അവർക്ക് എന്ത്? ഇത്രയും വലിയ ഭൂഖണ്ഡത്തില് ഇത്രയുള്ള കുഞ്ഞ് ഇന്ത്യയില് അറ്റത്ത് കിടക്കുന്ന ഒരു കേരളത്തിലുള്ള ഒരു നടിയാണത്രേ. വാർത്ത നേരത്തെ മുന്നേ വന്നതാണ്. ഒരു മുല്ലപ്പൂ പ്രശ്നത്തിൽ തന്നെ 1.25 ലക്ഷം രൂപ ഓണ ടൈമില് ഫൈൻ കൊടുക്കേണ്ടി വന്ന ഒരവസ്ഥ. ശരിക്കും നമ്മളൊക്കെ ഒന്ന് എന്താ പറയുക, 1.25 ലക്ഷം രൂപ ഫൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണക്കാര ആളുകൾ എന്താ ചെയ്യല്ലേ. എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നവ്യ തന്റെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ശൈലി ഉണ്ടല്ലോ, ആ ശൈലിയെ അവതരിപ്പിച്ച രീതിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക അത് കാണാൻ ഉതകുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ ഏത് രീതിയിലാണ് നവ്യ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ വൈറലായാൽ എനിക്ക് തോന്നുന്നത് ആ ഒരു ബാധ്യത തീരല്ലേ, 1.25 ലക്ഷം രൂപയുള്ള ആ ഒരു ബാധ്യത. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു അവതരണ രീതിയിലൂടെ തന്നെയാണ് നവ്യ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നവ്യയുടെ വിവരണം തന്നെ കേൾക്കാനും കാണാനും നല്ല രസമുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ നഷ്ടത്തെ വളരെ ലാഘവത്തോടെ ചിരിച്ചുകൊണ്ടാണ് പുള്ളിക്കാരി അത് വിവരിച്ചത്.